വെൽക്കം ടു അത്തരാശി ഹിനോഡെ ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമുക്ക് CBSE NCERT മാത്സ് 7th ഗ്രേഡ് എക്സസൈസ് 9.1-ലെ 8th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ABC എന്ന ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിൾ മീൻസ് അതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ABയും ACയുമാണ് ഈക്വൽ സൈഡ്സ്. ഈ ഈക്വൽ സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഈച്ച് 7.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുകൂടാതെ BC ഈക്വൽ ടു 9 സെൻറ്റിമീറ്റേഴ്സ്, AD ഈക്വൽ ടു 6 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം സിയുടെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. Given AB equal to AC equal to 7.5 centimeters, BC equal to 9 centimeters and AD equal to 6 centimeters. Therefore, area of the triangle ABC equal to ഫോർമുല എന്താ നമുക്കറിയാം. ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ഫോർമുല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, ബേസ് ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു. ഇനി നമുക്കിവിടെ ബേസും ഹൈറ്റും എഴുതണം. അപ്പോൾ ഏത് ബേസും ഹൈറ്റും ആണ് ഇവിടെ എടുക്കുക. ഇവിടെ നമുക്ക് ഹൈറ്റ് ADയുടെ ലെങ്ത്താണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ AD എന്നത് BCയിലോട്ടുള്ള ഹൈറ്റാണ്. അപ്പോൾ ബേസ് BCയും ഹൈറ്റ് ADയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC എത്രയാണ് 9 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു AD 6 സെൻറ്റിമീറ്റേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 6 54 ഡിവൈഡഡ് ബൈ 2 centimeter square. That is equal to 54 divided by 2, 27. So, area of this triangle ABC, അത് നമുക്ക് കിട്ടുന്നത് 27 centimeter square. അടുത്ത നമുക്ക് സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. Length of CE. Here, CE is the perpendicular from the vertex C to the side AB. That means ഇവിടെ CE എന്നത് ഹൈറ്റും AB എന്നത് ബേസുമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ എത്ര എവിടെ കിട്ടിയിരിക്കുന്നത് 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. 27 centimeter square divided by base. Base എത്രയാണ് അവിടെ 7.5 centimeters. That is 7.5 centimeters. That is equal to 2 into 27. It is 54 divided by 7.5 centimeter square divided by centimeter. It is centimeter. ഇനി നമുക്ക് 54 ഡിവൈഡഡ് ബൈ 7.5 ചെയ്യണം. ഇവിടെ ഡിനോമിനേറ്ററിൽ 7.5 എന്ന് പറയുമ്പോൾ അതൊരു ഡെസിമൽ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡെസിമലിനെ ഹോൾ നമ്പറാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 7.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 54 ഇൻറ്റു 10 ഇറ്റ് ഈസ് 540. 7.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 75 ഡിജിറ്റ്സ് അതുപോലെ എഴുതുക. അതായത് 75 പിന്നെ 5ന് ശേഷം 0 എഴുതിയാൽ മതി. അതിനുശേഷം നമുക്ക് ഡെസിമൽ ഇടണം. ഇവിടെ ഡെസിമലിന് ശേഷം ഓൺലി 1 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡെസിമൽ ഇവിടെ വരും. അതായത് 540 ഡിവൈഡഡ് ബൈ 75 അത്രയും സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് 540യെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ലോങ് ഡിവിഷൻ ചെയ്യാം. 540 divided by 75. ഇവിടെ 54
അത് 75യേക്കാൾ ചെറുതല്ലേ. അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ്സ് എടുക്കാം, അതായത് 540. ഇനി 540യിൽ എത്ര 75 നമുക്ക് കിട്ടും? 2 75s എന്ന് പറയുമ്പോൾ 150. അപ്പോൾ 4 75s എത്രയാ? 300. 6 75 എന്ന് പറഞ്ഞാൽ 450. പക്ഷെ നമുക്കിവിടെ 540 ഉള്ളത്. അപ്പോൾ നമുക്ക് 75 × 7 ട്രൈ ചെയ്യാം. അപ്പോൾ 75 × 7 ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് 525 കിട്ടുന്നുണ്ട്. സോ 7 × 75 ഇറ്റ് ഈസ് 525. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. ഇനി ബ്രിങ് ഡൗൺ ചെയ്യാൻ ഡിജിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡെസിമൽ ഇട്ടിട്ട് 0 ഇടാം. അപ്പോൾ കോഷ്യൻറ്റിലും ഒരു ഡെസിമൽ ഇടാം. 0 ബ്രിങ് ഡൗൺ ചെയ്താൽ 150. 150യിൽ നമുക്കറിയാം 2 75s are 150. സോ 2 × 75 = 150. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പോൾ നമുക്കിവിടെ 540 / 75 ഇറ്റ് ഈസ് ഈക്വൽ ടു 7.2 സെൻറ്റിമീറ്റേഴ്സ്. ഹൈറ്റ് ഏതാ? CE. ദറ്റ് ഈസ് CE = 7.2 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇത് വേറെ മെത്തേഡിൽ കൂടെ ചെയ്യാം. നമുക്കറിയാം ട്രയാങ്കിളുടെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ നമുക്കറിയാം 27 cm². ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 7.5 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു ഹൈറ്റ് CE. ഇനി നമുക്ക് CE ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഹാഫും 7.5ഉം ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റണം. അപ്പോൾ 2 ഡിനോമിനേറ്ററിലുള്ളതുകൊണ്ട് നമുക്കതിവിടെ ന്യൂമറേറ്ററിലാകും. അതുപോലെ 7.5 ഡിനോമിനേറ്ററിലായിരിക്കും. ദാറ്റ് ഈസ് 27 × 2, അത് 54 ആണ്. ദാറ്റ് ഈസ് 54 / 7.5 cm² / സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു CE. അപ്പോൾ നമുക്ക് എഴുതാം CE = 54 / 7.5 സെൻറ്റിമീറ്റേഴ്സ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.2 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ട്രയാങ്കിളുടെ ഏരിയയും CEയുടെ ലെങ്ത്തും കണ്ടുപിടിച്ചു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണിത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.